മാതാപിതാക്കളെക്കാളും ഭാര്യ സന്താനങ്ങളെക്കാളും മറ്റു എന്തിനേക്കാളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കൽ നമ്മുടെ മേൽ അനിവാര്യ ഘടകമാണ്. തൻ്റെ ഉമ്മത്തിനെ ഓർത്ത് വേവലാതിപ്പെട്ട നേതാവിനെ സ്നേഹിക്കാൻ നമുക്കാവണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ ഉമ്മത്തിൻ്റെ മേൽ ദുആ ചെയ്തപ്പോഴും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ ഉമ്മത്തിൻ്റെ മേൽ ദുആ ചെയ്തപ്പോഴും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഇരുകരങ്ങളും മേലോട്ടുയർത്തി ഉമ്മത്തി ഉമ്മത്തി എന്ന് പറഞ്ഞ് കരഞ്ഞ് ദുആ ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് പോയി പറയണം, വലസൗഫ യുഅ്തീക റബ്ബുക ഫതർളാ. അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, നിങ്ങളുടെ ഉമ്മത്തിൻ്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടിരിക്കുന്നു. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് കേട്ടപ്പോൾ, ഇദല്ല അർള വവാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ, എൻ്റെ ഉമ്മത്തിൽ നിന്ന് ഒരാളും നരകത്തിൽ പ്രവേശിക്കുന്നത് ഞാൻ തൃപ്തിപ്പെടൂല. നാളെ മഹ്ശറ വൻ സഭയിൽ സ്വഹാബാക്കൾ അവരുടെ സുവർണപീഠങ്ങളിൽ ഇരിക്കുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ഉമ്മത്തിനെ ഓർത്ത് ആയിരിപ്പിടത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമുക്ക് വേണ്ടി ശഫാഅത്ത് നടത്തും. ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് നാം സ്നേഹിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാനും അവിടുത്തേക്ക് ധാരാളം സ്വലവാത്തുകൾ വർദ്ധിപ്പിക്കാനും നാഥൻ തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.